ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബേസിക്കലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ആ ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു എടുത്തത്? റെയിൽവേ ഫ്ലോന്റെ പ്രോബ്ലംസ് ആയിരുന്നു എടുത്തത്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു പ്രോബ്ലം സെക്ഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാണ് റെയിൽവേ ഫ്ലോന്റെ. ഓക്കെ, സോ ഇതൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള റെയിൽവേ ഫ്ലോന്റെ പ്രോബ്ലമാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റിക്ക് ഇനി എക്സ്പെക്റ്റും ചെയ്യാം. ഓക്കെ, സോ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ആദ്യം. Air is moving in a constant area duct with a temperature of minus 50 degrees Celsius and a pressure of 52.5 kilopascal. The velocity at this section is 167 meter per second. So നമുക്ക് ആദ്യം ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ നിന്ന് വരച്ച് നോക്കാം. ഓക്കെ, സോ കോൺസ്റ്റന്റ് ലെറ്റ് ഇറ്റ് ബി, ഇതാണ് നമ്മുടെ കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് എന്ന് കരുതുക. അവിടെ ഒരു എയർ മൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ അല്ലേ? അപ്പോൾ എയറിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷൻ ഇതാണെന്ന് കരുതുക. ഓക്കെ, പിന്നെന്താ നമുക്ക് തന്നത്? ഒരു സെക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? ഒരു പർട്ടിക്കുലർ സെക്ഷൻ തന്നിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിലെ പ്രോപ്പർട്ടീസ് എന്തായാലും തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ എന്ന് കരുതുക അല്ലേ? ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിലുള്ള പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. എത്രയാണ്? നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് അല്ലേ? ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എത്രയാണ് ടെമ്പറേച്ചർ? -50 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? -50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 223 കെൽവിൻ അല്ലേ? 223 കെൽവിൻ. ഓക്കെ, അതുപോലെ നമുക്ക് പ്രഷർ തന്നിട്ടുണ്ട്. എത്രയാണ് പ്രഷർ? P1 ഈക്വൽ ടു, അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലെ പ്രഷർ തന്നിട്ടുണ്ട്. എത്രയാണ്? 52.5 കിലോ പാസ്കലാണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നത് അവിടെയുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 167 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഓൾ റൈറ്റ്, ഇനി എന്താ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഫൈൻഡ് ദി സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് അറ്റ് ദി ഇൻലെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു 1 എന്നുള്ള സെക്ഷൻ നമ്മുടെ ഇൻലെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അവിടെയുള്ള സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആയ എന്താണ്? T01 അതുപോലെ P01 കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, the maximum stagnation temperature if the fuel is burned in this air. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടീസുള്ള എയറിൽ ഫ്യൂവൽ ബേൺ ചെയ്താൽ നമുക്ക് കിട്ടുന്ന മാക്സിമം സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ആണ് നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതുപോലെ ദ പ്രോപ്പർട്ടീസ് അറ്റ് ദിസ് സെക്ഷൻ, അപ്പോൾ ആ ഒരു മാക്സിമം സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കിട്ടുന്ന ആ ഒരു പോയിന്റിലെ പ്രോപ്പർട്ടീസും നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിത് 1 by 1 ആയിട്ട് ചെയ്ത് നോക്കാം. എല്ലാം കൂടെ ഒറ്റ അടിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. സോ നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് കണ്ടുപിടിക്കാം. ഓൾ റൈറ്റ്, സോ നമുക്ക് 1 എന്നുള്ള സെക്ഷനിലെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഈ 1 എന്നുള്ള സെക്ഷനിലെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം അവിടുത്തെ എന്ത് അറിഞ്ഞിരിക്കണം? മാക് നമ്പർ അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം 1 എന്നുള്ള സെക്ഷനിലെ മാക് നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മാക് നമ്പർ അറ്റ് 1 ഈസ് ഗിവൺ ബൈ m1 is equal to C/A ആണ്, അല്ലെങ്കിൽ C1/A1 ആണ്, അഥവാ C1/√T1 ആയിട്ട് എടുക്കുക. ഓൾ റൈറ്റ്, ഇതിൽ പ്രത്യേകിച്ച് എയറിൻ്റെ പ്രോപ്പർട്ടീസ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഗാമേൻ്റെ വാല്യൂ 1.4ഉം ആറിൻ്റെ വാല്യൂ 287 ആയിട്ടും എടുക്കാം. ഓക്കെ, സോ അത് ആ ഒരു വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് എന്ത് കിട്ടും? 167/√1.4 ഇൻറ്റു 287 ഇൻറ്റു ടെമ്പറേച്ചർ എത്ര എടുത്തോ? 223. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മാക് നമ്പറിൻ്റെ വാല്യൂ 0.56 കിട്ടും. ഓക്കെ, 0.56 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് 1 എന്നുള്ള സെക്ഷനിലെ പ്രോപ്പർട്ടീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻലെറ്റിലെ പ്രോപ്പർട്ടീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഒരു ഫ്ലോ അപ് ടു 1 എന്നുള്ള സെക്ഷൻ വരെ ഐസെൻട്രോപിക് ഫ്ലോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ 1 സപ്പോസ് ഇവിടെ 2 എന്നുള്ള സെക്ഷൻ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഈ 2 എന്നുള്ള സെക്ഷൻ വരെ എന്തായിരിക്കും? റെയിൽവേ ഫ്ലോ ആയിരിക്കും. ഈ 2 പിന്നീട് അങ്ങോട്ടുള്ള ഫ്ലോ വീണ്ടും ഐസെൻട്രോപിക് ആയിരിക്കും. നമ്മൾ നോർമൽ ഷോക്ക് പഠിച്ച് ഓർക്കുന്നില്ലേ? നോർമൽ ഷോക്ക് വരെ ഐസെൻട്രോപിക് ഫ്ലോയും പിന്നീട് നോർമൽ ഷോക്കിൽ ഉണ്ടാകുന്നത് ഫ്ലോ വിത്ത് നോർമൽ ഷോക്കും, അതുപോലെ നോർമൽ ഷോക്കിന് ശേഷം വീണ്ടും ഐസെൻട്രോപിക് ഫ്ലോ ആയിരുന്നു അല്ലേ? അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ വരിക. എന്താണ്? 1 എന്നുള്ള സെക്ഷൻ വരെ ഐസെൻട്രോപിക് ഫ്ലോയും, 1 to 2 റെയിൽവേ ഫ്ലോയും, 2 to പിന്നീട് അങ്ങോട്ടേക്ക് ഐസെൻട്രോപിക് ഫ്ലോ ആയിരിക്കും വീണ്ടും വരിക. ഓക്കെ, ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഐസെൻട്രോപിക് ടേബിൾ യൂസ് ചെയ്തിട്ട് ഇൻലെറ്റിലെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഫ്രം ഐസെൻട്രോപിക് ടേബിൾ corresponding to m1 is equal to 0.56, gamma equal to 1.4. ഞാൻ ആ പ്രോപ്പർട്ടീസ് ഇവിടെ എഴുതി വെക്കുകയാണ്. T1/T01 is equal to 0.941 ആണ്. ഇതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാം? ഇതിൽ നിന്നും T01 കണ്ടുപിടിക്കാം അല്ലേ? T01 is equal to T1/0.941 ആണ്. T1 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് അറിയാം?
223 എന്നറിയാം അല്ലേ? വെരി ഗുഡ്. 223 എന്നറിയാം. 223/0.941. സോ ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? സോ ഇത് ചെയ്താൽ നമുക്ക് T01 236 കിട്ടും. 236.9 കെൽവിൻ ആയിട്ട് കിട്ടും. സിമിലർലി നമുക്ക് ഇതേ ഐസെൻട്രോപിക് ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് പ്രഷർ റേഷ്യോ കിട്ടും. ഓക്കെ, പ്രഷർ റേഷ്യോ കിട്ടും. സോ ആ പ്രഷർ റേഷ്യോ ഞാൻ ഇവിടെ എടുത്ത് ചെയ്തതാണ്. P2/P01 is equal to 0.808 കിട്ടും. ഓൾ റൈറ്റ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P01 കണ്ടുപിടിക്കാം. P01 is equal to P2. P2ൻ്റെ വാല്യൂ എത്രയായിരുന്നു? സോറി, ഇത് P2 അല്ലായിരുന്നു, ഇത് P1 ആട്ടോ. P1 ആണ്. നമ്മൾ 1ന് അക്രോസ് ഉള്ള പ്രോപ്പർട്ടീസിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് P1 ആണ്. അപ്പോൾ P01 is equal to എന്താ വരിക? P1/0.808 അല്ലേ? 0.808 കിട്ടും അല്ലേ? അപ്പോൾ P1ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? 52.5 കിലോ പാസ്കൽ ആണെന്ന് അറിയാം അല്ലേ? 52.5 കിലോ പാസ്കൽ ആണെന്ന് അറിയാം. ഡിവൈഡഡ് ബൈ 0.808. സോ അത് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? P01 is equal to 64.9 കിലോ പാസ്കൽ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓൾ റൈറ്റ്. സോ നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ്. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്തായിരുന്നു ചോദിച്ചത്? മാക്സിമം സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഒക്കെ ഏത് പോയിന്റിലാണെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അറിയാം, ഒരു റെയിലേ ഫ്ലോയിൽ അല്ലെങ്കിൽ റെയിലേ ഫ്ലോയിൽ മാക്സിമം സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ T0 സ്റ്റാറിലായിരിക്കും. ഓക്കെ, T0 സ്റ്റാറിലായിരിക്കും. അതെന്താണെന്നുള്ളത് ഞാനിവിടെ വളരെ വ്യക്തമായി തന്നെ എഴുതി തരാം. ഇത് അതേപോലെ തന്നെ പഠിക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ കണ്ടുപിടിക്കാൻ. അപ്പോൾ അവിടേക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മാക്സിമം സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. സോ അത് ഞാനിവിടെ റെഡിങ് കൂടി ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചോളാം. മാക്സിമം സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഒക്കേഴ്സ് അറ്റ് എവിടെയായിരിക്കും? T0 1-ലായിരിക്കില്ല ഒരിക്കലും, T0 1 സ്റ്റാറിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം T0 1 സ്റ്റാർ തന്നെയാണ് എന്ത്? T0 2 സ്റ്റാറും അല്ലേ? അപ്പം ഈ ഒരു പോയിന്റ് നമുക്ക് ജനറൽ ആയിട്ട് എന്ത് ചെയ്താം? T0 സ്റ്റാർ. ഓക്കെ, അപ്പം T0 സ്റ്റാർ എന്നുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റാഗ്നേഷൻ പോയിന്റിലായിരിക്കും എന്ത്? മാക്സിമം സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഒക്കെ ചെയ്യുക. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ക്രിട്ടിക്കൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിലായിരിക്കും നമ്മുടെ മാക്സിമം സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഒക്കെ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ഐഡൻറ്റിറ്റിയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. ഓൾ റൈറ്റ്. സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ മാക്സിമം സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ആണ് അല്ലേ? അതായത് T0 1 സ്റ്റാർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? റെയിലേ ടേബിൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഫ്രം റെയിലേ ടേബിൾ കറസ്പോണ്ടിങ് ടു M1 is equal to 0.56, അതുപോലെ ഗാമ ഈക്വൽ ടു 1.4. ഞാൻ എന്ത് ചെയ്യുന്നു? പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? T01 സ്റ്റാർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.773 ആണ്. ഇതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? T01 സ്റ്റാർ കണ്ടുപിടിക്കുക അല്ലേ? T01 സ്റ്റാർ ഈസ് ഈക്വൽ ടു എന്താണ്? T0 1/0.773 ആണ് അല്ലേ? T01 വാല്യൂ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു T01 വാല്യൂ? 236.9 ആയിരുന്നു അല്ലേ? ഡിവൈഡഡ് ബൈ 0.773. സോ ഇത് ചെയ്താൽ നമുക്ക് T01 സ്റ്റാറിൻ്റെ വാല്യൂ കിട്ടും. എത്ര കിട്ടും? T01 സ്റ്റാറിൻ്റെ വാല്യൂ 306 ആയിട്ട് കിട്ടും. 306.5 കെൽവിൻ ആയിരിക്കും. ഇത് തന്നെ ഇരിക്കും എന്ത്? ഈക്വൽ ടു T02 സ്റ്റാർ എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ മാക് നമ്പർ ഈക്വൽ ടു 0.56 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റ് പ്രോപ്പർട്ടീസും കൂടി ഞാൻ ഇവിടെ നിന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. P1 സ്റ്റാർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1.668 കിട്ടും. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൽ നിന്നും നമുക്ക് P1 സ്റ്റാർ കണ്ടുപിടിക്കാം അല്ലേ? P1 സ്റ്റാർ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് P1 സ്റ്റാർ കണ്ടുപിടിക്കുക? P1/1.668 അല്ലേ? P1ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, 52.5 കിലോ പാസ്കൽ ആണെന്ന് അറിയാം. അപ്പോൾ ഞാനിവിടെ എഴുതാണ് 52. മൊത്തമായിട്ട് അങ്ങോട്ട് എഴുതാം. P1/1.668 ആണ്. P1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 52.5 ആണ്. 52.5/1.668 കിട്ടും. സോ ഇത് ചെയ്താൽ നമുക്ക് ഏകദേശം P1 സ്റ്റാറിൻ്റെ വാല്യൂ 31.47 കിലോ പാസ്കൽ കിട്ടും. ഓക്കെ, 47 കിലോ പാസ്കൽ കിട്ടും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇത് തന്നെ ഇരിക്കും എന്ത്? ഒരു 2 എന്നുള്ള സെക്ഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ ക്രിട്ടിക്കൽ പ്രഷറും. ഓൾ റൈറ്റ്.
ഇനി അതുപോലെ നമുക്ക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. ടെമ്പറേച്ചറും നമുക്ക് മാക് നമ്പർ ഈക്വൽ ടു 0.56 കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെയിലെ ടേബിളിൽ നിന്ന് നമുക്ക് ടെമ്പറേച്ചറിൻ്റെ റേഷ്യോയും കിട്ടും. അതായത് T1 സ്റ്റാർ ഈസ് ഈക്വൽ ടു എത്രയാണ് 0.872 ആണ്. ഓൾറൈറ്റ്, ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? T1 സ്റ്റാർ കണ്ടുപിടിക്കാം. T1 സ്റ്റാർ ഈസ് ഈക്വൽ ടു T1/0.872 ആയിരിക്കും. ഓക്കെ, 0.872 ആയിരിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു T1ൻ്റെ വാല്യൂ നമുക്ക് അറിയായിരുന്നു. ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ T1 സ്റ്റാറിൻ്റെ വാല്യൂ നമുക്ക് ഏകദേശം 255 കിട്ടും. 255.7 കെൽവിൻ കിട്ടും. ഇത് തന്നെ ആയിരിക്കും നമ്മുടെ T2 സ്റ്റാറും. ഓൾറൈറ്റ്, ഇനി നമുക്ക് അടുത്തായിട്ട് വെലോസിറ്റിയും വേണം നമുക്ക് ഈ ഒരു പോയിന്റിൽ കണ്ടുപിടിക്കാം. കാരണം റെയിലെ ടേബിൾ കറസ്പോണ്ടിങ് ടു 0.56 നമുക്ക് C1 സ്റ്റാറിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 0.523 ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള C1 സ്റ്റാറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താണ്? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. C1/0.523 ചെയ്താൽ മതി. C1ൻ്റെ വാല്യൂ നമുക്കറിയാം 167 ആണെന്ന് അറിയാം അല്ലേ? ആ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ നമുക്ക് C1 സ്റ്റാറിൻ്റെ വാല്യൂ കിട്ടും 319.3 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മളോട് ചോദിച്ചത് എന്ത്? മാക്സിമം സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ഒക്കർ ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? അപ്പം നമുക്ക് മാക്സിമം സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ഒക്കർ ചെയ്യുന്ന പോയിന്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഈ മാക്സിമം സ്റ്റാറ്റിക് ടെമ്പറേച്ചർ എവിടെയായിരിക്കും ഒക്കർ ചെയ്യുക? മാക്സിമം സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിൻ്റെ പോയിന്റ് തന്നെ ആയിരിക്കും ഒക്കർ ചെയ്യുക? ഒരിക്കലുമല്ല. അതെവിടെ ഒക്കർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം HS ഡയഗ്രാം ഓഫ് റെയിലെ ലൈൻ നോക്കണം. സോ ഞാൻ ആദ്യം ഇവിടെ ഒരു HS ഡയഗ്രാം ഓഫ് റെയിലെ ലൈൻ ഇവിടെ വരയ്ക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കുക. സോ ഞാൻ ഏകദേശം നമ്മുടെ ഒരു റെയിലെ ലൈനിൻ്റെ HS ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ ഇത്രയും കാലം പഠിച്ച അല്ലെങ്കിൽ ഇതിനു മുമ്പ് പഠിച്ച ആ ഒരു റെയിലെ ലൈനിൻ്റെ HS ഡയഗ്രാം നമുക്കൊന്ന് ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ എന്ത്? മാക്സിമം എൻട്രോപ്പി പോയിന്റ് അല്ലേ? അപ്പോൾ ഈ മാക്സിമം എൻട്രോപ്പി പോയിന്റിൽ എത്രയായിരുന്നു? മാക് നമ്പർ ഈക്വൽ ടു 1 ആയിരുന്നു അല്ലേ? മാക്സിമം എൻട്രോപ്പി പോയിന്റിൽ. അതുപോലെ മാക്സിമം എൻതാൽപ്പി പോയിന്റ് അല്ലേ? ഇതാണ് നമ്മുടെ മാക്സിമം എൻതാൽപ്പി പോയിന്റ്. അവിടെ മാക് നമ്പറിൻ്റെ വാല്യൂ എത്രയായിരുന്നു? അവിടെ മാക് നമ്പറിൻ്റെ വാല്യൂ ഈക്വൽ ടു 1/√γ ആയിരുന്നു. ഇതിന് പ്രൂഫ് വരെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അത്രയും ഇമ്പോർട്ടൻ്റ് ആയത് ഞാൻ പറഞ്ഞതായിരുന്നു. അതിൻ്റെ ശരിക്കും ഒരു അപ്ലിക്കേഷൻ വരുന്നത് ഈ ഒരു മേഖലയിലാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. സോ നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? ബേസിക്കലി മാക്സിമം സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? അപ്പം മാക്സിമം സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ബേസിക്കലി എവിടെയാണ് ഒക്കർ ചെയ്യുക? നമുക്കറിയാം H എന്ന് പറഞ്ഞാൽ എന്താണ്? എൻതാൽപ്പി H എന്ന് പറഞ്ഞാൽ CPT ആണ് അല്ലേ? CP ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കരുതുക. അപ്പം ഈ ബേസിക്കലി y ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐദർ H ഓർ ഇറ്റ് വിൽ ബി ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. H എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ് അല്ലേ? നമുക്ക് ഇതിനെ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചറിന് എഴുതാം. കാരണം ഒരു കോൺസ്റ്റന്റ് ആണ് അത്. അപ്പം ഈ y ആക്സിസ് ഉള്ളത് ബേസിക്കലി എന്താണ്? ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സോ ഈ മാക്സിമം എൻതാൽപ്പി പോയിന്റ് കണ്ടില്ലേ? അപ്പോൾ ഈ മാക്സിമം എൻതാൽപ്പി പോയിന്റ് തന്നെ ആയിരിക്കില്ലേ മാക്സിമം സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ഒക്കർ ചെയ്യുക? തീർച്ചയായും ആയിരിക്കും. അപ്പം മാക്സിമം എൻതാൽപ്പി പോയിന്റിലായിരിക്കും മാക്സിമം സ്റ്റാറ്റിക് ടെമ്പറേച്ചറും ഒക്കർ ചെയ്യുക എന്നുള്ള ഈ ഒരു ഫാക്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ആ ഒരു പോയിന്റിലുള്ള മാക് നമ്പറിൻ്റെ വാല്യൂ 1/√γ ആയിരിക്കുന്നു അറിഞ്ഞിരിക്കുക. ഓക്കെ, ആൻഡ് ആസ് യൂഷ്വൽ ഈ ഒരു താഴേക്കുള്ള കർവിൽ ഇവിടെ ഈ ഒരു റീജിയൻ എന്തായിരിക്കും? സൂപ്പർ സോണിക്കും ഇതിൻ്റെ മേലുള്ളത് സബ് സോണിക്കും ആയിരിക്കും എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ആസ് യൂഷ്വൽ. അത് നമുക്കിവിടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഒരു സെക്ഷനിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. എന്തായാലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം സ്റ്റാറ്റിക് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ, ആ ഒരു മാക്സിമം സ്റ്റാറ്റിക് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറും വെലോസിറ്റിയും ഒക്കെ കണ്ടുപിടിക്കുകയാണ് നമ്മളെ അടുത്ത ടാസ്ക്. സോ അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു ഐഡൻറ്റിറ്റി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. നിങ്ങളത് വളരെ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. ഇൻ റെയിലെ ഫ്ലോ maximum static temperature occurs at a point where ഏത് പോയിന്റിലാണ്? m equal to 1/√γ എന്നുള്ള പോയിന്റിലായിരിക്കും. ഓക്കെ, m equal to 1/√γ എന്നുള്ള പോയിന്റിലായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നമുക്ക് ഇതിൽ ഗാമേൻ്റെ വാല്യൂ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം
ഗാമ ഈക്വൽ ടു 1.4. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമ്മിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? എം ഈക്വൽ ടു 1/√ ഗാമയാണ് അല്ലേ, റൂട്ട് ഗാമയാണ്. അപ്പം 1/√1.4 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 0.845 കിട്ടും അല്ലേ. അപ്പം 0.845 എന്നുള്ള മാക് നമ്പറിലായിരിക്കും എന്ത് മാക്സിമം സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ഒക്കെ ചെയ്യുക അല്ലേ. അപ്പം നമുക്ക് ആ ഒരു പോയിന്റിലുള്ള മാക്സിമം സ്റ്റാറ്റിക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പറിൻ്റെ റെയിലേ ടേബിൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഫ്രം റെയിലേ ടേബിൾ കറസ്പോണ്ടിങ് ടു ലെറ്റ് ഇറ്റ് ബി ഞാൻ 2 എന്നുള്ള പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, M2 is equal to 0.845 ഗാമ ഈക്വൽ ടു 1.4. ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ റേഷ്യോസ് ഇവിടെ ആദ്യം എഴുതി വെക്കുകയാണ്. T2/T2 star is equal to 1.0277 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് T2 കണ്ടുപിടിക്കാൻ എന്താണ്? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇംപ്ലൈസ് T2 is equal to 1.0277 into T2 star ചെയ്താൽ മതി അല്ലേ. അതിൽ T2 സ്റ്റാറിൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. നമുക്കറിയാം T1 സ്റ്റാറിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്, അത് തന്നെയാണ് T2 സ്റ്റാറും അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? T2 സ്റ്റാറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.277 into T2 സ്റ്റാർ ഈക്വൽ ടു T1 സ്റ്റാർ ഈക്വൽ ടു ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ്. T2 സ്റ്റാർ ഈക്വൽ ടു T1 സ്റ്റാർ ഈക്വൽ ടു നമ്മൾ ഓൾറെഡി കണ്ടെത്തിയാണ് 255.7 കെൽവിൻ ആണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 255.7 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 262.8 കിട്ടും. ഓക്കെ, 262.8 കെൽവിനായിട്ട് നമ്മുടെ മാക്സിമം സ്റ്റാറ്റിക് ടെമ്പറേച്ചർ നമുക്ക് കിട്ടും. ആൻഡ് ഈ ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള മറ്റു പ്രോപ്പർട്ടീസ്, പ്രഷർ, വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കാം. അതിന് നമുക്ക് എന്താണ് ഡാറ്റ ബുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പം കണ്ടുപിടിച്ച ടെമ്പറേച്ചർ കണ്ടുപിടിച്ച പോലെ. ഓക്കെ, അതിനായിട്ട് നമുക്ക് അടുത്തായിട്ട് പ്രഷർ കണ്ടുപിടിക്കാം. ഓക്കെ, പ്രഷർ കണ്ടുപിടിക്കാം. അതിനായിട്ട് P2/P2 star ഈക്വൽ ടു 1.2 ആണ്. ഓക്കെ, ഇനി P2 സ്റ്റാർ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയാണ്. അപ്പം ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? P2 is equal to 1.2 into P2 സ്റ്റാർ ആണ്. P2 സ്റ്റാർ നമുക്ക് ഓൾറെഡി അറിയാം. എത്രയായിരുന്നു P2 സ്റ്റാർ? അത് P1 സ്റ്റാർ തന്നെയായിരുന്നു, 31.47 ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 37.76 കിലോ പാസ്കൽ ആയിട്ട് കിട്ടും P2 സ്റ്റാർ. ഫൈനലായിട്ട് നമുക്ക് C1 സ്റ്റാർ കണ്ടുപിടിക്കണം. ഓക്കെ, അല്ലെ C2 സ്റ്റാർ കണ്ടുപിടിക്കണം. അപ്പോൾ C2 സ്റ്റാർ ഈക്വൽ ടു 0.857 ആണെന്ന് പറയാം. ഇംപ്ലൈസ് C2 is equal to 0.857 into C2 സ്റ്റാർ ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? C2 കണ്ടുപിടിക്കാം അല്ലേ. C2 സ്റ്റാർ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. എത്ര വരുന്നു C2 സ്റ്റാറിൻ്റെ വാല്യൂ? സോറി, C2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ C1 സ്റ്റാർ തന്നെയാണ്. അതിൻ്റെ വാല്യൂ 319 ആയിരുന്നു അല്ലേ. അപ്പോൾ ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും? 273.6 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, C2 സ്റ്റാർ ഈക്വൽ ടു ഞാൻ റാത്തർ എഴുതിച്ചോളാം, C1 സ്റ്റാർ ഈക്വൽ ടു നമ്മൾ ഓൾറെഡി കണ്ടെത്തിയായിരുന്നു കഴിഞ്ഞ സ്ലൈഡിലുള്ള കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ ഇവിടെ എടുത്ത് എഴുതുന്നേ ഉള്ളൂ. 319.3 ആണ്. ഓക്കെ, അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഓൾറൈറ്റ്, അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആണെന്ന് അറിയാം, എന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. A combustion chamber delivers the gases at a Mach number of 0.9 at 2.5 bar and 1000 degree Celsius. സോ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കമ്പസ്റ്റൻ ചേമ്പർ എങ്ങനെയാണെന്നുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി, ഇതാണ് നമ്മുടെ ഒരു കമ്പസ്റ്റൻ ചേമ്പർ എന്ന് കരുതുക. ഓക്കെ, ഈ ഒരു കമ്പസ്റ്റൻ ചേമ്പർ എന്താണ്? ഗ്യാസിനെ ഡെലിവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്യാസിനെ ഡെലിവർ ചെയ്യുന്നതിൻ്റെ മാക് നമ്പർ എത്രയാണ്? 0.9 ആണ്. അപ്പം ഡെലിവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? അതിൻ്റെ നമ്മൾ ഇൻലെറ്റ് കണ്ടീഷൻ 1ഉം അതായത് എക്സിറ്റ് കണ്ടീഷൻ 2 ആയിട്ട് കരുതുക. ഓക്കെ, ഈ കമ്പസ്റ്റൻ ചേമ്പർ ഡെലിവർ ചെയ്യുന്നത് നമ്മൾ എക്സിറ്റ് കണ്ടീഷൻ ആയിട്ട് കരുതുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 2 എന്നുള്ള സെക്ഷൻ. അപ്പോൾ ഈ 2 എന്നുള്ള സെക്ഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? M2 is equal to 0.9 തന്നിട്ടുണ്ട്. പിന്നെ P2 is equal to 2.5 ബാർ തന്നിട്ടുണ്ട്, 2.5 ബാർ തന്നിട്ടുണ്ട്, 2.5 ബാർ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? T2 equal to 1000 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട് അല്ലേ, 1000 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നത്? മറ്റൊരു കാര്യം എന്താ തന്നത്? if the ratio of stagnation pressure at the exit and entry is
3.74. അതായത് ഞാൻ ഗിവൺ ഡാറ്റാസ് ഒന്നുകൂടെ ഇവിടെ എടുത്ത് ചെയ്താണ്. റേഷ്യോ ഓഫ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഓഫ് എക്സിറ്റ് ടു ഇൻലെറ്റ് അല്ലെ, T02/T01 is equal to 3.74 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഡിറ്റർമിൻ ദി മാക് നമ്പർ, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ് അറ്റ് എൻട്രി. സപ്പോസ് ഇതായിരുന്നു നമ്മളെ എൻട്രി എന്ന് കരുതുക. അപ്പോൾ ഇവിടെയുള്ള മാക് നമ്പർ, പ്രഷർ, ടെമ്പറേച്ചർ എല്ലാം കാണാനാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അതുപോലെ നമ്മളോട് കാണാൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് amount of heat added and the maximum amount of heat that can be added. അപ്പം amount of heat added ഉം maximum amount of heat added തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് ആ ഒരു സെക്ഷൻ എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ 1 എന്നുള്ള പോയിന്റിലുള്ള പ്രോപ്പർട്ടീസ് ആദ്യം കണ്ടുപിടിക്കാം. ഓൾറൈറ്റ്. സോ ഞാൻ വീണ്ടും ആ ഗിവൺ ഡാറ്റാസ് ഇവിടെ എടുത്ത് ചെയ്തതാണ്. T02/T01 is equal to 3.74. അതുപോലെ M2 is equal to 0.9, P2 is equal to 2.5, T2 is equal to 1000 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1273 കെൽവിൻ കിട്ടും. ഓൾറൈറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ശരിക്കും ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് തന്നിരിക്കുന്നത് എക്സിറ്റിലെ പ്രോപ്പർട്ടീസ് ആണ് അല്ലേ. ഫ്ലോ ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് കരുതുക. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് കരുതുക. നമുക്ക് എക്സിറ്റിലെ പ്രോപ്പർട്ടീസ് ആണ് തന്നത്. അപ്പോൾ എക്സിറ്റിലെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇൻലെറ്റിലെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ അല്ലേ. അതിനായിട്ട് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ റെയിലേ ടേബിൾ യൂസ് ചെയ്തിട്ട് ഞാൻ എക്സിറ്റിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ആദ്യം കണ്ടെത്തുകയാണ്. ഓക്കെ, എക്സിറ്റിലുള്ള പ്രോപ്പർട്ടീസ് ഞാൻ ആദ്യം റെയിലേ ടേബിൾ യൂസ് ചെയ്തിട്ട് കണ്ടെത്തുകയാണ്. ശ്രദ്ധിച്ചോളാം. ഫ്രം റെയിലേ ടേബിൾ കറസ്പോണ്ടിങ് ടു M2 is equal to 0.9, അതുപോലെ ഗാമ ഈക്വൽ ടു 1.4, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള P2/P2 സ്റ്റാറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എത്ര? 1.125 ആണ് അല്ലേ. ഇതിൽ നിന്നും എനിക്ക് എന്താ P2 സ്റ്റാർ കണ്ടുപിടിക്കാം അല്ലേ. P2 സ്റ്റാർ ഈക്വൽ ടു P2/1.125. സോ ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? P2ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, 2.5 ആണ് അറിയാം. 2.5/1.125 ചെയ്താൽ നമുക്ക് 2.22 ബാർ കിട്ടും. ഇതാണ് നമ്മുടെ P2 സ്റ്റാർ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അത് തന്നെ ആയിരിക്കും നമ്മുടെ P1 സ്റ്റാർ എന്നും വളരെ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കാം. ഓൾറൈറ്റ്. ഇനി നമുക്ക് അടുത്തായിട്ട് കണ്ടുപിടിക്കേണ്ടത് T2/T2 സ്റ്റാർ. ഇത് നമുക്ക് ഡാറ്റ ബുക്ക് കിട്ടും, ഈ ഒരു വാല്യൂ 1.025 എന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? T2 സ്റ്റാർ കണ്ടുപിടിക്കാം. T2 സ്റ്റാർ ഈസ് ഈക്വൽ ടു T2/1.025 ആണ് അല്ലേ. സോ ഇതിൽ നിന്നും നമുക്ക് എന്താണ്, T2ൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 1273 കെൽവിൻ ആയിരുന്നു അല്ലേ. അപ്പം 1273/1.025 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1241.9 കെൽവിൻ കിട്ടും. ഇതായിരിക്കും നമ്മുടെ എന്ത് T1 സ്റ്റാർ. ഓക്കെ. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, T02/T02 സ്റ്റാർ. ഓക്കെ, അതായത് എക്സിറ്റിലുള്ള T02/T02 സ്റ്റാറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അടുത്ത സ്ലൈഡിൽ എഴുതുക. T02/T02 സ്റ്റാർ ഈസ് ഈക്വൽ ടു 0.992 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയാണ്? ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടിയാണ്. 0.9 കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെയിലേ ടേബിളിൽ നിന്ന് കിട്ടിയതാണ്. ഓൾറൈറ്റ്. ഈ ഒരു സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളാം. ഇതാണ് ശരിക്കും നമ്മുടെ ഇൻലെറ്റിലെ കണ്ടീഷൻസ് കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു പിടിവള്ളി എന്ന് വേണം നമുക്ക് പറയാം. ഓക്കെ, അതെന്തുകൊണ്ടാണ് പിടിവള്ളി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം ഈ ഒരു ഇതിൽ T02 സ്റ്റാറും ഈക്വൽ ടു T01 സ്റ്റാർ ആണെന്നറിയാം അല്ലേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഐഡൻറ്റിറ്റി പ്രകാരം T02 സ്റ്റാറും T01 സ്റ്റാറും സെയിം ആണെന്നറിയാം. ആൻഡ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ മറ്റൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. എന്താണ്? ആകെ ഇൻലെറ്റിലുള്ള ഒരേ ഒരു കാര്യം നമുക്ക് തന്നത് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ? അതായത് എക്സിറ്റിലുള്ള സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ റേഷ്യോയും അതുപോലെ ഇൻലെറ്റിലുള്ള സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു റേഷ്യോൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 3.74 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ആകെ തന്നിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളല്ല, ആകെ ഈ ഒരു കാര്യം മാത്രം നമുക്ക് തന്നത്. ഇത് നമ്മളെ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു രണ്ട് കാര്യം വെച്ചിട്ട് വേണം നമുക്ക് ഇൻലെറ്റിലേക്ക് പോകാൻ. അതെങ്ങനെ പോവുക? ഞാൻ ഇവിടെ ഇതിൽ നിന്നും T01 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, T01 അല്ല, T02 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ്? T02 ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താം? ഇതിൽ നിന്നും 3.74 ഇൻറ്റു T01 ആയിട്ട് എഴുതാം അല്ലേ. T01 ആയിട്ട് എഴുതാം. സോ ഞാൻ ഈ രണ്ട് വാല്യൂസും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും നോക്കാം. വളരെ ശ്രദ്ധിച്ചോളാം. T02 എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? 3.74 ഇൻറ്റു T01 എഴുതി. ഓക്കെ,
ഈ T02 സ്റ്റാറിനെ ഞാൻ എന്ത് ചെയ്ത് T02 സ്റ്റാർ തന്നെയാണ് T01 സ്റ്റാർ എന്നും നമുക്കറിയാം അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 0.992. വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഞാൻ അതുകൊണ്ടാണ് അവിടെ റെഡിങ് കൊണ്ട് യൂസ് ചെയ്തത്. അതെങ്ങനെ വന്നു എന്നുള്ളത് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. നമുക്ക് 2 എന്നുള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എങ്ങനെ 1ലേക്ക് വന്നു എന്നുള്ള ആ ഒരു ഗെയിം ചേഞ്ചിങ് സ്റ്റെപ്പാണ് ഞാനിപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും പ്രോബ്ലത്തിലേക്ക് എത്തുമായിരിക്കും, പക്ഷെ ഒരുപാട് കറങ്ങി തിരിഞ്ഞിട്ട് വേണ്ടി വരും എത്താൻ. ഏറ്റവും സിമ്പിളായിട്ട് എത്താനുള്ളൊരു ട്രിക്കായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞത്. അതെങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്കൊരു ഹിൻഡ് തരും ക്വസ്റ്റ്യനിൽ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സംബന്ധിച്ചിടത്തോളം തന്ന ഹിൻഡാണ് എന്ത്, ഈ ഒരു റിലേഷൻ. ഓക്കെ, അപ്പോൾ ആ റിലേഷൻ വെച്ചിട്ട് നമ്മൾ ഇൻലെറ്റിലെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇൻലെറ്റിലെ ടേംസിലേക്കാക്കി നമ്മൾ കൺവേർട്ട് ചെയ്ത്. സോ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ് T01 T01 സ്റ്റാറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എത്ര വരും? 0.992/3.74. ഇത് ചെയ്താൽ 0.265 കിട്ടും. ഓൾ റൈറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡാറ്റ ബുക്ക് എടുക്കുക. ഡാറ്റ ബുക്ക് എടുത്തിട്ട് റെയിലേ ടേബിൾ നോക്കുക. ഓക്കെ, റെയിലേ ടേബിളിൽ നിന്ന് ഫ്രം റെയിലേ ടേബിൾ കറസ്പോണ്ടിങ് ടു T01 T01 star is equal to 0.265. റെയിലേ ടേബിൾ എടുക്കുക. റെയിലേ ടേബിൾ നോക്കുക T01 സ്റ്റാറിൻ്റെ വാല്യൂ എവിടെയാണോ 0.265 എത്തുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയുന്നത്, നമ്മൾ ആദ്യം ഡാറ്റ ബുക്ക് എടുക്കുക. ഡാറ്റ ബുക്കിൽ നിന്ന് T01 സ്റ്റാർ ഈക്വൽ ടു 0.265 വാല്യൂ എടുക്കുക. ചിലപ്പോൾ നമ്മൾ ഡാറ്റ ബുക്ക് നോക്കിയാൽ അവിടെ ഉണ്ടാവുക T0 സ്റ്റാർ എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, 1 എന്നുള്ള സഫിക്സ് ഉണ്ടായിരുന്നു വരില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ ആ ഒരു വാല്യൂ 0.265 എത്തുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഞാനിവിടെ 0.265 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ട്. മാക് നമ്പർ ഈക്വൽ ടു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിലെ മാക് നമ്പർ ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0.255 ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം. ശരിക്കും ഇവിടെ 0.265 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇല്ലായിരുന്നു. ഞാൻ ഇൻ്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാണ്. ഓക്കെ, അത് ഇൻ്റർപോളേറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി എടുത്താണ്. സോ നിങ്ങൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കണം. അപ്രോക്സിമേറ്റ് അല്ല, വ്യക്തമായി പറയാന്ന് വെച്ചാൽ ഇൻ്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. സോ ഞാൻ ആ ഇൻ്റർപോളേറ്റ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നോർമൽ ഷോക്കിൽ എടുത്താണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോജിക്ക് വെച്ചിട്ട് അത് ഇൻ്റർപോളേറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ഒരു മാക് നമ്പർ കണ്ടുപിടിച്ച് റെയിലേ ഫ്ലോൻ്റെ ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ബാക്കി പ്രോപ്പർട്ടീസ് വാല്യൂസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, P1 സ്റ്റാർ ഈക്വൽ ടു 2.2. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? P1 സ്റ്റാർ ഈക്വൽ ടു 2.2 എന്നുള്ളത്. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെയിലേ ടേബിളിൽ നിന്നാണ് എനിക്ക് P1 സ്റ്റാർ ഈക്വൽ ടു 2.2 എന്നുള്ളത് കിട്ടി. ഇതിൽ നിന്നും എനിക്ക് എന്ത് കണ്ടെത്താം? P1 കണ്ടെത്താം. എത്രയാണ്? 2.2 ഇൻറ്റു P1 സ്റ്റാർ ആണ് അല്ലേ. P1 സ്റ്റാർ നമുക്ക് ഓൾറെഡി അറിയാം. എൻ്റെ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4.88 ബാർ കിട്ടും. ഓക്കെ, ഇനി അതുപോലെ സിമിലർലി നമുക്ക് T1 സ്റ്റാർ കണ്ടുപിടിക്കാം. T1 സ്റ്റാർ ഈക്വൽ ടു 0.314 ആണ് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? T1 കണ്ടുപിടിക്കാം. T1 ഈസ് ഈക്വൽ ടു T1 സ്റ്റാർ ഇൻറ്റു 0.314. അത് ചെയ്ത് നമുക്ക് 390 കെൽവിൻ കിട്ടും. ഓക്കെ, 390 കെൽവിൻ കിട്ടും. സോ നമ്മൾ എൻട്രിയിലുള്ള മാക് നമ്പറും അതുപോലെ എൻട്രിയിലുള്ള എയറിൻ്റെ പ്രോപ്പർട്ടീസും കണ്ടെത്തി അല്ലേ. നമ്മളോട് അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? വാട്ട് ഈസ് ദി ഹീറ്റ് ആഡഡ് ആൻഡ് മാക്സിമം ഹീറ്റ് ദാറ്റ് ക്യാൻ ബി ആഡഡ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അടുത്തായിട്ട് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ അതെങ്ങനെ നമുക്കറിയാം. എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡഡ് Q കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? CP ഇൻറ്റു T02 മൈനസ് T01 ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് T01 കണ്ടുപിടിക്കണം അല്ലേ. T01 കണ്ടുപിടിച്ചാൽ മാത്രമേ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഹീറ്റ് ആഡഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. T02 ആവശ്യമില്ലേ, കാരണം എന്താണ്? T02 നമുക്ക് ഇൻഡയറക്ട്ലി തന്നിട്ടുണ്ട്. എന്താ അർത്ഥം? T02 ബൈ T01 ഈക്വൽ ടു 3.74 നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം T01 കണ്ടുപിടിച്ചാൽ മതി, ഇല്ലെങ്കിൽ T02 കണ്ടുപിടിച്ചാലും മതി. ഫോർ ദ സിംപ്ലിസിറ്റി ഞാൻ T01 കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? ഫ്രം ഐസെൻട്രോപിക് ടേബിൾ ഫ്രം ഐസെൻട്രോപിക് ടേബിൾ. എന്തുകൊണ്ട് ഞാൻ ഐസെൻട്രോപിക് ടേബിൾ എടുക്കാൻ കാരണം? ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ 1 എന്നുള്ള സെക്ഷൻ, 2 എന്നുള്ള സെക്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക്
ഇവിടെയുള്ള മാക് നമ്പർ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഈ 1 സെക്ഷൻ ഉള്ള മാക് നമ്പർ കിട്ടിയാൽ നമുക്ക് അവിടെയുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഐസെൻട്രോപിക് ടേബിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഐസെൻട്രോപിക് ടേബിൾ യൂസ് ചെയ്തത്. ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ ഈസ് ഈക്വൽ ടു 0.255, ഗാമ ഈക്വൽ ടു 1.4, T1 by T01 is equal to 0.9865 ആണ്. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് T01 കണ്ടുപിടിക്കാം. T01 is equal to T1 by 0.9865 ആണ്. ഇതിൽ T1ൻ്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ കണ്ടെത്തിയാണ്. എത്രയായിരുന്നു? 390 കെൽവിൻ എന്ന് കണ്ടെത്തിയായിരുന്നു. 390 ഡിവൈഡ് ബൈ 0.9865 ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഇംപ്ലൈസ് T01 is equal to 396 കിട്ടും. 396.2 കെൽവിൻ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഹീറ്റ് ആഡർ കണ്ടുപിടിക്കാം അല്ലേ. ഇത് നമുക്ക് ഹീറ്റ് ആഡർ കണ്ടുപിടിക്കാം. ഹീറ്റ് ആഡർ Q is equal to CP into T02 minus T01 ആണ് അല്ലേ. അപ്പം CPൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 1.005. T02ൻ്റെ വാല്യൂ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? T02 ഈക്വൽ ടു ആ മേലുള്ള റിലേഷൻ പ്രകാരം T02 is equal to എന്ത് ചെയ്താം? T02 ഈക്വൽ ടു 3.74 T01 എഴുതാം അല്ലേ. അത് ഞാൻ ഇവിടെ എഴുതാണ്. 3.74 T01 മൈനസ് T01. ഓൾറൈറ്റ്, ഇതിന് നമുക്ക് ചെയ്താൽ കിട്ടും 1.005 ഇൻറ്റു 3.74 മൈനസ് 1 എത്രയാണ്? 2.74 അല്ലേ. 2.74 ഇൻറ്റു T01ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയാണ് എത്ര? 396.2. സോ ഇത് ചെയ്താൽ നമുക്ക് ദാറ്റ്സ് ഈക്വൽ ടു 1091.16 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനായിട്ട് കിട്ടും. ഓക്കെ, കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ വരില്ല, കിലോ ജൂൾ പെർ കിലോഗ്രാം വരെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടി അല്ലേ. ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ആണ് അല്ലേ. മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ഞാൻ Qmax എന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫറും Qmaxും അതുപോലെ Qവും തമ്മിലുള്ള വ്യത്യാസം? Q നമുക്കറിയാം എന്താണ്? CP ഇൻറ്റു T02 മൈനസ് T01 ആണ് അല്ലേ. അപ്പം എപ്പോഴായിരിക്കും നമുക്ക് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടുക? അതായത് CP എന്തായാലും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിൽ നിന്നും യാതൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അപ്പം മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേം വലുതാകണം അല്ലേ, ഹൈ ആകണം. ഈ ഒരു ടേം ഹൈ ആവുക എന്ന് പറഞ്ഞാൽ T01 യൂഷ്വലി മാറാറില്ല. അപ്പം ഏത് ടേം മാറണം? സ്റ്റാഗ്നേഷൻ, അതായത് എക്സിറ്റ്, നമുക്ക് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ മാക്സിമം ആയിരുന്ന പോയിന്റിലായിരിക്കും നമുക്ക് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടുക അല്ലേ. ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ഏത് പോയിന്റിലെത്തുമ്പോഴാണ്? ക്രിട്ടിക്കൽ സ്റ്റാഗ്നേഷൻ പോയിന്റ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എത്തുമ്പോഴായിരിക്കും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ മാക്സിമം ആകുക അല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം എടുത്ത് നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും. സോ നമുക്ക് ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? T0 സ്റ്റാറിലായിരിക്കും മാക്സിമം സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഒക്കർ ചെയ്യുക. ഓൾറൈറ്റ്, മൈനസ് T01 വരും. ഓൾറൈറ്റ്, സോ ഇത് ചെയ്താൽ നമുക്കറിയാം T0 സ്റ്റാർ എന്തുകൊണ്ടും T0 സ്റ്റാർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ T02 ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? Q ഈക്വൽ ടു Qmax കിട്ടും. ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമുക്ക് T0 സ്റ്റാർ കണ്ടുപിടിക്കാം. ഈ T0 സ്റ്റാർ ഞാൻ ജനറലായിട്ട് എഴുതിയാൽ T0 സ്റ്റാർ തന്നെയാണ് എന്ത്? T01 സ്റ്റാർ എന്നോ ഈക്വൽ ടു T02 സ്റ്റാറും ഒക്കെ സെയിം തന്നെയാണ്. ഓൾറൈറ്റ്, സോ നമുക്ക് എന്തായാലും T01 സ്റ്റാർ കണ്ടുപിടിക്കാം ഫോർ ദ ടൈം ബീയിങ്. ഈ T01 സ്റ്റാർ കണ്ടുപിടിക്കാൻ എവിടെ നിന്ന് കിട്ടും നമുക്ക്? നമ്മൾ തൊട്ടുമുമ്പ് കണ്ടെത്തിയാണ് എന്ത്? T01 സ്റ്റാർ ബൈ T01 ഈസ് ഈക്വൽ ടു 0.265 എന്ന് കിട്ടി അല്ലേ. ഇത് എവിടെ നിന്ന് കിട്ടിയാണ്? നമ്മൾ തൊട്ടുമുമ്പ് സോൾവ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയ ഒരു വാല്യൂ ആണിത്. ആ ഒരു വാല്യൂ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? T01 സ്റ്റാർ കിട്ടുന്നതായിരിക്കും. ഈ T01 സ്റ്റാർ ബൈ T01 ഇങ്ങനെ കിട്ടി നമ്മൾ എക്സിറ്റ് എന്നുള്ള പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഇൻലെറ്റ് കണ്ടീഷൻ കണ്ടുപിടിച്ചപ്പോൾ വന്നൊരു വാല്യൂ ആണ് T01 സ്റ്റാർ ബൈ T01 ഈസ് ഈക്വൽ ടു 0.265. ഓൾറൈറ്റ്, സോ ഇതിൽ നിന്നും നമുക്ക് T01 സ്റ്റാർ കണ്ടുപിടിക്കാം. എത്ര കിട്ടും? ഈക്വൽ ടു 0.265 ഇൻറ്റു T01 ആണ് അല്ലേ. T01 നമുക്ക് ഓൾറെഡി അറിയാം എത്രയായിരുന്നു?
396.2 കെൽവിൻ ആയിരുന്നു. അപ്പോൾ അതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? T01 സ്റ്റാർ 1494 കെൽവിൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അല്ലേ. അപ്പം Qmax എത്രയാണെന്ന് നമുക്ക് അറിയായിരുന്നു. Qmax ഈക്വൽ ടു CP ഇൻറ്റു T0 സ്റ്റാർ മൈനസ് T01. ഓക്കെ, T0 സ്റ്റാർ മൈനസ് T01. ഓൾ റൈറ്റ്. സോ നമ്മൾ ഈ ഒരു വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് എന്ത് കിട്ടും? Qmax ഈസ് ഈക്വൽ ടു CP ഈക്വൽ ടു 1.005 ഇൻറ്റു T0 സ്റ്റാർ അല്ലേ. ഇത് തന്നെയാണ് നമ്മൾ എന്ത് T0 സ്റ്റാർ ഈക്വൽ ടു T02 സ്റ്റാറും. ഓൾ റൈറ്റ്. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്ത് കിട്ടും? 1494 മൈനസ് 396 കിട്ടും അല്ലേ. അത് ചെയ്താൽ നമുക്ക് 110.1 കിലോ ജൂൾ പെർ കിലോഗ്രാം കിട്ടും. ഓക്കെ, 0.17 ആണ്. 0.17 1103.17. ഓക്കെ, മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. 0.17 കിലോ ജൂൾ പെർ കിലോഗ്രാം ആയിരിക്കും നമ്മുടെ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, മറ്റേ Q എത്രയായിരുന്നു കിട്ടിയത്? Q ഈക്വൽ ടു 1091 ആയിരുന്നു അല്ലേ നമ്മുടെ കഴിഞ്ഞ ഇതിൽ കിട്ടിയത്. സോ അതിനേക്കാളും ഒബ്വിയസ്ലി കൂടുതലാണ് Qmax. വളരെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നുള്ളൂ. സോ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഓൾമോസ്റ്റ് എല്ലാവിധ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഒരുപാട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ പ്രോബ്ലം വേണമെങ്കിൽ തീർച്ചയായും അറിയിക്കുക. നമ്മളങ്ങനെ ഈ ഒരു മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്ത് ഇനി 4th മൊഡ്യൂളിൽ നിന്നുള്ള ജെറ്റ് പ്രൊപ്പൽഷൻ മാത്രമാണ് ബാക്കിയുള്ളത്. സോ നമുക്കത് അടുത്ത ക്ലാസ് തുടങ്ങാം. അതുവരെ എല്ലാവർക്കും ബൈ.